ഒരിക്കൽ ജോസഫിന് ഒരു തത്തമ്മയെ കിട്ടി. അവൻ അതിനെ ഒരു കൂട്ടിലാക്കി തീറ്റ നൽകി ശുശ്രൂഷിക്കാൻ തുടങ്ങി. ചില ഗാനങ്ങളുടെ ഈരടികൾ ചൂളം വിളിയിലൂടെ കേൾപ്പിച്ച് അവൻ അതിനെ പാടുവാനുള്ള പരിശീലനം നൽകി. അങ്ങനെ ജോസഫിന് ഏറ്റവും വലിയ വിനോദം ഈ പക്ഷിയുമായുള്ള സഹവാസമായി മാറി. ജോസഫിനെ കാണുമ്പോൾ ഈ പക്ഷി ഏറെ സന്തോഷത്തോട് കൂട്ടിനുള്ളിൽ പാറി നടക്കും. ജോസഫ് ജോസഫ് എന്ന് അവനെ വിളിക്കും. കൂട് വൃത്തിയാക്കിയും ഭക്ഷണം കൊടുത്തും തത്തയോട് ജോസഫ് ഏറെ സ്നേഹമായിരുന്നു. അങ്ങനെ തത്ത ജോസഫിൻ്റെ ജീവന്റെ ഒരു ഭാഗമായി. ഒരു ദിവസം അവൻ്റെ അധ്യാപകൻ വീട്ടിൽ വന്നപ്പോൾ കൂട്ടിൽ കിടക്കുന്ന തത്തയെ നോക്കിക്കൊണ്ട് പാടി: ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. എന്നിട്ട് ജോസഫിനോട് പറഞ്ഞു: സ്വതന്ത്രമായി ആകാശത്ത് പറന്നു നടക്കേണ്ട ഈ തത്ത സ്വാതന്ത്ര്യമില്ലാതെ ഈ കൂട്ടിൽ കിടക്കുകയാണ്. അധ്യാപകന്റെ ഈ വാക്കുകൾ ജോസഫിനെ ഏറെ വേദനിപ്പിച്ചു. തത്തയെ തുറന്നുവിടാൻ അവൻ തീരുമാനിച്ചു. പിറ്റേന്ന് ജോസഫ് ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് അവൻ ഏറെ വിഷമത്തോടെ തത്തയെ കൂടിനുള്ളിൽ നിന്നും തുറന്നുവിട്ടു. അവൻ വിദ്യാലയത്തിലേക്ക് പോകുമ്പോഴെല്ലാം അവൻ്റെ ചിന്ത തത്തയെക്കുറിച്ചായിരുന്നു. ക്ലാസ്സിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ അവൻ വിഷമത്തോടെ കൂട്ടിനുള്ളിലേക്ക് നോക്കി. അവിടെ തത്തയില്ല. എന്നാൽ ചുറ്റും നോക്കി ജോസഫിന് സന്തോഷം അടക്കാനായില്ല. തത്ത വീടിന് ചുറ്റും പാറി നടക്കുന്നു. തത്തയ്ക്ക് ആ വീട് സ്വന്തം വീട് പോലെയായി. പരിഗണനയും സ്നേഹവും നിലനിൽക്കുമ്പോൾ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. സ്നേഹമില്ലാത്തിടത്ത് സ്വാർത്ഥത ഭരണം നടത്തും. അവിടെ അടിമത്തം നിലനിൽക്കും. സ്നേഹത്തോടെ പരിപാലിക്കുന്ന അപ്പനും വാത്സല്യത്തോടെ പരിചരിക്കുന്ന അമ്മയും പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്ന സഹോദരങ്ങളും വസിക്കുന്ന കുടുംബം സ്വർഗമാണ്. അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ സംഗീതമുണ്ട്. യഥാർത്ഥ സ്വാതന്ത്ര്യം യേശുവിലാണ്. സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനുസരണം, അധ്വാനശീലം എന്നീ രണ്ട് സുഹൃതങ്ങൾക്ക് നസ്രത്തിലെ ഉണ്ണീശോ നമുക്ക് മാതൃകയാണ്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഉണ്ണീശോയെ നമുക്കും മാതൃകയാക്കാം. മാതാപിതാക്കളെയും അധ്യാപകരെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യാം. അധ്വാനശീലം നമ്മിൽ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ അലസതയെ ദൂരെ അകറ്റാം. അഴിമതിയും അക്രമവും ദാരിദ്ര്യവുമില്ലാത്ത സമാധാനവും സ്വാതന്ത്ര്യവുമുള്ള ഒരു സമൂഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് പ്രവർത്തിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.